പരിപാടി? ചെറിയ വിശപ്പിൻ്റെ വിളിയുണ്ടല്ലേ? ഓക്കെ, നൂഡിൽസ് ഉണ്ടാക്കാം. ആരോട് ചോദിച്ചു? ലോക്കർ കയറിയത്. അങ്ങനെ നമ്മൾ 2 ചളിയൊക്കെ അടിച്ച് നമ്മുടെ കുക്കിംഗ് പയ്യെ ഇവിടെ സ്റ്റാർട്ടാക്കി ഗൈസ്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2 ആളും നല്ല വിശന്നിരിക്കുകയായിരുന്നു ഗൈസ്. കാരണം എനിക്ക് തോന്നുന്നു അന്ന് നമ്മളെന്തോ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളായിരുന്നു. പുറത്ത് പോയെങ്കിലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഓപ്ഷൻ അല്ലല്ലോ ഗൈസ്. കാരണം നമുക്കെപ്പോഴും ദാരിദ്ര്യമാണല്ലോ. അങ്ങനെ നമ്മൾ വിശപ്പൊക്കെ സഹിച്ച് വീട്ടിൽ വന്നപ്പോൾ രക്ഷകനായിട്ട് വീട്ടിൽ മാഗി ഇരിക്കുന്നു. കൂട്ടത്തിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം, ജിലു എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ ഷെഫാണ്. അപ്പോൾ ഷെഫ് നമ്മുടെ കൂടെ ഉണ്ട്. അതും മാഗി കണ്ടപ്പോഴത്തേക്ക് ഷെഫ് റെഡി ആയി കഴിഞ്ഞെന്നാൽ പിന്നെ സ്പെഷ്യൽ മാഗി തന്നെ ഉണ്ടാക്കാമെന്നും അവൾ പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്കെന്താണ് ഗൈസല്ലേ, നമുക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ നമ്മളെന്നാൽ മാഗി ഉണ്ടാക്കാമെന്നും പറഞ്ഞ് നമ്മൾ പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ആദ്യം തന്നെ നമ്മൾ മാഗി തിളപ്പിച്ച് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ സവാളയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു. വെളുത്തുള്ളി ഞാനാണ് ഗൈസ് അരിഞ്ഞത്, പക്ഷേ ആ വീഡിയോ എനിക്ക് എടുത്തു തന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ പാനല്ലല്ലോ, ഈ പാത്രമില്ലേ, ഈ കാണുന്ന പാത്രത്തിൽ നമ്മൾ എണ്ണയൊക്കെ ചൂടാക്കി കടുക് പൊട്ടിച്ചു, സവാളയും വെളുത്തുള്ളി ഇട്ട്, ഉപ്പിട്ടു, പിന്നെ നമ്മുടെ മാഗി മസാല ഇട്ടു, മുളക് പൊടി ഇട്ടു. ഈ പൊടികളൊക്കെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഗൈസ്. പിന്നെ ഏതൊക്കെയോ പൊടികൾ അവിടെ ഇടുന്നുണ്ടായിരുന്നു. ആ പൊടികളൊക്കെ ഇട്ട് പിന്നെ കൈ കിട്ടിയ കുറച്ച് സോസും ഒക്കെ ഒഴിച്ചപ്പോഴത്തേക്ക് നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി ഗൈസ്. അത് കഴിഞ്ഞ് അതിലേക്ക് നൂഡിൽസ് കൂടി ഇട്ട് 2 ഇളക്കിയപ്പോഴത്തേക്ക് നമ്മുടെ മാഗി ഇവിടെ സെറ്റായി ഗൈസ്. കറക്റ്റ് സമയമായപ്പോഴത്തേക്ക് എവിടെയോ സുജി ആൻറ്റിയും വീട്ടിലെത്തി ഗൈസ്. അന്നേരം നമ്മൾ ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യാൻ സുജി ആൻറ്റിക്ക് കൊടുത്തു. കേട്ടല്ലോ ഗൈസ്, സുജി ആൻറ്റിയുടെ റിവ്യൂ കേട്ടല്ലോ. അങ്ങനെ സുജി ആൻറ്റി അത് അപ്രൂവ് ചെയ്തു ഗൈസ്. ബാക്ക്ഗ്രൗണ്ടിൽ അംബ്രൂസ് ആണ് ഗൈസ് സ്കോർ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ട് ചോക്ലേറ്റിൻ്റെ പൊടി ഇരിപ്പുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ പിന്നെ എന്നാൽ കൂട്ടത്തിൽ കളറാക്കാൻ ഒരു ഹോട്ട് ചോക്ലേറ്റ് കൂടെ ആവാമെന്ന് വെച്ച് അതും ഉണ്ടാക്കി. അത് ഞാനാണ് ഗൈസ് ഉണ്ടാക്കിയത്. അപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാം സെറ്റായി ഗൈസ്. ഈ സമയത്താണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മളിതുവരെ ബുൾസൈ ഉണ്ടാക്കിയിട്ടില്ലെന്ന്. അങ്ങനെ പോയി ബുൾസൈ ഉണ്ടാക്കി. ജിലുവിനാണെങ്കിൽ ഒരു വലിയ ഷെഫാന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഗൈസ് കാര്യം, ഒരു പ്രൊഫഷണലിസം ഇല്ലാതെ വെള്ളം ഒരു വഴിക്ക് ഉണ്ണി ഒരു വഴിക്ക് പോയി ഗൈസ്. അന്നേരം ഞാൻ വലിയ മെയിനാവാൻ വേണ്ടി ചെന്നതാണ് ഗൈസ്. പക്ഷേ ഇത് വെച്ച് 2 തിരുമ്പുമ്പോഴത്തേക്ക് അതെല്ലാം ഊരി പാനിലിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ പോയി പാനൊക്കെ കഴുകി വന്ന് ഞാൻ നല്ല പ്രൊഫഷണലായിട്ട് ഉണ്ണിയൊന്നും പൊട്ടാതെ കറക്റ്റായിട്ട് ഇട്ടു ഗൈസ്. അതെല്ലാം ഇട്ട് പിന്നെ നമ്മൾ അതുപോലെ തന്നെ ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ പെപ്പറിക്ക പൗഡർ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരാഡംബരത്തിന് അതിലേയും കുറച്ച് വാരിയിട്ട് നമ്മുടെ ബുൾസൈ ഇവിടെ സെറ്റായി ഗൈസ്. പിന്നെ നമ്മൾ പോയെന്താ നൂഡിൽസ് കഴിച്ചു ഗൈസ്. നല്ല അടിപൊളി നൂഡിൽസ് ആയിരുന്നു ഗൈസ്. ഷെഫിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ആകെ ഒരു പ്രശ്നം പറ്റിയത് നമ്മൾ ഈ ബുൾസൈ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് നൂഡിൽസ് ചെറുതായിട്ടൊന്ന് തണുത്തായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല.